ഫിഹ, അവിടെ നിങ്ങൾക്ക് പൗരത്വം ഉണ്ടാകും. അത് പുതിയൊരു സാധനമാണ്. ഏത് പൗരത്വം? പൗരത്വം ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷനുള്ള സാധനമല്ല. അപ്പോൾ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വരുമ്പോൾ അതിൽ പൗരത്വത്തിൻ്റെ വിഷയത്തിൽ ഒരു അങ്കലാപ്പ് വിശ്വാസികൾക്കിടയിൽ ഉണ്ട് എന്നതുകൊണ്ട് അതിൽ ഒരാശ്വാസമായിട്ട് കൊടുക്കുകയാണ് എന്ത്, സ്വർഗത്തിൽ പൗരത്വം ഉണ്ടാവും. അതെന്തായാലും വലിയ നല്ലൊരു കാര്യമായി. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആധാർ കാർഡും റേഷൻ കാർഡും കൂടി ഉണ്ടാവും എന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഹൈത്തമി പറഞ്ഞാണ്, നിങ്ങൾ കേട്ടോളി. സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പോൾ ഖുർആൻ എടുത്തടിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അതിഥികളോ അഭയാർത്ഥികളോ ഒന്നും ആവൂല. ഖാലിദീന ഫീഹ, അവിടെ ആധാർ കാർഡ് ഉണ്ടാകും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റി ഉണ്ടാകും, അവിടുത്തെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാകും, അവിടുത്തെ വോട്ടവകാശം ഉണ്ടാവും, അവിടുത്തെ റേഷൻ കാർഡ് ഉണ്ടാവും. നിങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലായിരിക്കില്ല. ഞാൻ അറിയേണ്ടത് സ്വർഗത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കുന്നത്. അങ്കമാരിത്തെ മുഖ്യമന്ത്രിനെ നമുക്ക് അറിയാം. സ്വർഗത്തിലെ മുഖ്യമന്ത്രി ആരാന്നും കൂടി പറഞ്ഞാൽ